വിജിലൻസ് വെളിപ്പെടുത്തിയിട്ടില്ല. കോട്ടയത്തെ എയ്ഡഡ് സ്കൂൾ എന്നുള്ളതാണ്. ആ കോട്ടയത്തെ എയ്ഡഡ് സ്കൂളിൽ 3 അധ്യാപകർക്ക് അവരുടെ നിയമനം സ്ഥിരപ്പെടുത്തുന്നതിന് അവരുടെ അപ്രൂവൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിരമിച്ച അധ്യാപകനായ വിജയൻ ഇവരോട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇയാൾ വടകര സ്വദേശിയാണ്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് ഇങ്ങനെ ഇടനില നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ച വിവരം. 2 ലക്ഷം രൂപയാണ് ഇവർ ഈ അധ്യാപകരോട് ആവശ്യപ്പെട്ടത്. ആ 2 ലക്ഷം രൂപ പിന്നീട് ഇവരായിട്ട് സംസാരിച്ച ശേഷം അത് 1.5 ലക്ഷം രൂപയാക്കി. ഇതിന് ശേഷമാണ് ഈ അധ്യാപകരിൽ ഒരാൾ വിജിലൻസിന് പരാതി നൽകുന്നത്. കോട്ടയം വിജിലൻസിനാണ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ എറണാകുളത്ത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സമീപം എത്താനാണ് ഈ പരാതിക്കാരനോട് ഇയാൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാട്ടർ മെട്രോയ്ക്ക് സമീപം ഈ പണവുമായി ഇയാളെത്തി ഈ വിജയന് കൈമാറുന്ന ആ സമയത്താണ് കോട്ടയത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇയാളെ കയ്യോടെ കൈക്കൂലി പണവുമായി പിടികൂടിയിരിക്കുന്നത്. വടകര സ്വദേശിയാണ് വിജയൻ. ഇയാൾ വിരമിച്ച അധ്യാപകനാണ് എന്നാണ് പറയുന്നത്. ഉമേഷ്, വിജയനും ഇതേ സ്കൂളിൽ തന്നെ അധ്യാപകനായിരുന്നു. അവിടെ നിന്നാണോ റിട്ടയർ ആയത്? അതല്ല സിജു, വിജയൻ കോഴിക്കോട് വടകര സ്വദേശിയാണ്. മറ്റൊരു സ്കൂളിൽ നിന്നാണ് അദ്ദേഹം പ്രധാന അധ്യാപകനായി വിരമിച്ചയാളാണ് വിജയൻ എന്നാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ആയി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരുമായി ഇയാൾ അടുപ്പം സ്ഥാപിച്ച് അവിടെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരത്തിൽ കൈക്കൂലി സ്ഥിരമായി ആവശ്യപ്പെടുന്ന പതിവ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ കോട്ടയത്ത് 3 അധ്യാപകരുടെ അവരെ സ്ഥിരപ്പെടുത്താനുള്ള വിഷയമുണ്ട് എന്ന കാര്യമൊക്കെ ഇവർ അറിയുന്നു. അങ്ങനെ വിജയൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സർക്കാർ സ്കൂളിലെ നിയമനത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം സ്ഥിരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിജയനും ആ സംഘവും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ, കോട്ടയം ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ ഒരു സ്വകാര്യ എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിലെ അധ്യാപക നിയമനം അത് സ്ഥിരപ്പെടുത്താം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. സർക്കാർ സ്കൂളല്ല, എയ്ഡഡ് സ്കൂളാണ്. അവിടെ ഇത്തരത്തിൽ അവരുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അപ്രൂവൽ ലഭിക്കണം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയ അപേക്ഷ അത് തള്ളിയിരുന്നു. പിന്നീട് മേലുദ്യോഗസ്ഥന് ഈ അപേക്ഷ നൽകുകയായിരുന്നു. ഈ വിവരമറിഞ്ഞ വിജയൻ ഇവരെ സമീപിക്കുകയും അത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അത് ശരിയാക്കി തരാം, അതിനുവേണ്ടി കൈക്കൂലി നൽകണം, 2 ലക്ഷം രൂപ നൽകിയാൽ അവരുടെ നിയമനം ശരിയാക്കി നൽകാം എന്ന് അവരോട് വാഗ്ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വിവരം പിന്നീട് ഈ അധ്യാപകർ വിജിലൻസിനെ അറിയിക്കായിരുന്നു. കോട്ടയം വിജിലൻസിനാണ് പരാതി നൽകിയത്. കാരണം കോട്ടയത്തെ സ്കൂളാണ്, അതുകൊണ്ട് കോട്ടയത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ വിജിലൻസ് ഡിവൈഎസ്പി രവികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വിവരം അറിഞ്ഞ് ഈ പരാതിക്കാരൻ ഈ പണം ഇയാൾക്ക് കൈമാറുന്ന ആ സമയം ഇവിടെ വെച്ച് കയ്യോടെ പിടികൂടിയായിരുന്നു. എറണാകുളത്ത് വാട്ടർ മെട്രോ. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘം, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണം തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചന വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. മാത്രമല്ല, ഇത് സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് ഈ കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നാണ് ഇയാളുടെ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ ഒക്കെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇയാളിൽ നിന്ന് തന്നെ വിവരം ശേഖരിച്ച് കൂടുതൽ തെളിവുകളൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രമം വിജിലൻസ് നടത്തുന്നുണ്ട്. കാരണം ഈ ഇപ്പോൾ വിജയൻ ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അധ്യാപക നിയമനത്തിൻ്റെ പേരിൽ പണം തട്ടാനൊരുങ്ങിയ വിജയൻ എന്ന റിട്ടയർഡ് അധ്യാപകൻ വിജിലൻസിൻ്റെ പിടിയിലായി. വിവരങ്ങളാണ് ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.